സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നിങ്ങൾ ട്രെയിനർമാർ ഇത്രയധികം ക്ലാസ് ഒക്കെ എടുക്കുന്നില്ല നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങിക്കോളും. ചെറിയൊരു ബിറ്റ് എടുക്കാം. അതിൽ ചിലപ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അവർ കൈകൊട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ അത് മാത്രം കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ആള് കമന്റ് ചെയ്യാണ്, ഇവനൊന്നും വേറെ പണിയില്ലേ കൈയടിക്കാൻ, ഇവൻ എന്തിനാ ചിരിക്കുന്നത്. ചില ട്രെയിനർമാർ ചെയ്യുന്ന സൂത്രപ്പണിയാണ്, ഉറക്കം വരുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് അതോട് ഡാൻസ് കളിക്കാൻ പറയും. പിന്നെയാണ് ശരിക്കും റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ രണ്ട് തരം അഴിമതികളുണ്ട്. ഒരു തരം അഴിമതി എന്ന് വെച്ചാൽ അംഗീകരിച്ചിട്ടുള്ള അഴിമതി, രണ്ട് അംഗീകരിക്കാത്ത അഴിമതി. ഇന്നത്തെയാണ് എൻ്റെ ഉറക്കം കളഞ്ഞത്. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കിട്ടുന്നു. പിന്നെ അതിൽ ഈ യൂത്തിന്റെ മീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് യൂത്തിന് ഭയങ്കര ഇഷ്ടമാണ്. യൂത്താണല്ലോ നമ്മുടെ ഓഡിയൻസ്. അവിടെ ഇരിക്കുമ്പോൾ ഓഡിയൻസ് എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോട്ടെ, ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുള്ള ലൈൻ തെറ്റാണ്. ഈ ലോകത്ത് ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു നന്ദേട്ടന്റെ ജ്യൂസ് കടയുണ്ട്. പഴം ജ്യൂസാണ് അവിടുത്തെ ഒരു മെയിൻ ഐറ്റം. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ, ഞാൻ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പറയുമ്പോഴേക്കും വായിൽ വെള്ളം വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ബൈക്ക് എടുത്തിട്ടോ കാർ എടുത്തിട്ടോ പോയി അവിടെ ചെന്നിരുന്ന് നന്ദേട്ടൻ്റെ അവിടെ പോയിട്ട് ഒരു ജ്യൂസൊക്കെ കഴിക്കും. അപ്പം അതെന്തിനാ അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. അപ്പം എനിക്കിഷ്ടമാണ്, എനിക്ക് ആ സാധനം ഇഷ്ടമാണ്. അത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവാം, ഇഷ്ടമുള്ള ആളുകളുണ്ടാവാം. ഇതേപോലെ തന്നെ എല്ലാ സാധനവും, എല്ലാ ബ്രാൻഡുകൾക്കും ഷാറുഖ് ഖാൻ ഹേറ്റേഴ്സ് ഉണ്ട്. പൊളിക്കുന്നിട്ട് പറയാനല്ലേ അല്ലെ, ഷാറുഖ് ഖാൻ ഹേറ്റേഴ്സ് ഉണ്ട്. ഷാറുഖ് ഖാൻ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ. അപ്പൊ പിന്നെ എന്നിട്ട് പറയാ 6000-7000 കോടി ആസ്തിയുള്ള ആളാണ്, സിനിമയിലൂടെ മാത്രം ഉണ്ടാക്കിയിട്ടാണ്. അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പം ചേഞ്ചുകൾ വരും. ആ ചേഞ്ചുകൾ വരുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് ട്രെയിനിങ്സിൽ നടക്കുന്നത്. ട്രെയിനിങ്സിൽ എല്ലാ ട്രെയിനർമാർക്കും എല്ലാവരെയും, അല്ലെങ്കിൽ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ ട്രെയിനർമാരും ഇഷ്ടമൊന്നുമല്ല. എന്നാൽ എല്ലാ ട്രെയിനർമാരും എല്ലാവർക്കും ദേഷ്യമല്ല അല്ലേ. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഞാൻ ആ ഓഡിയൻസിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും. ബിസിനസ്സുകാരൊക്കെ പഠിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നിങ്ങൾ ട്രെയിനർമാർ ഇത്രയധികം ക്ലാസ് ഒക്കെ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ അല്ലെ. അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്, ഞാനും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ബിസിനസിന്റെ ഇപ്പൊ ഒരു ബിസിനസിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ച് അതിന്റെ സ്ട്രാറ്റജീസും അതെങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പിന്നെ ആ ബിസിനസ് എനിക്ക് തുടങ്ങിയാൽ പോരെ. ഞാൻ എന്തിനാ ഈ ട്രെയിനിങ്ങും പറഞ്ഞ് നടക്കണം. അപ്പം ഇവിടെ വിഷയം ഇതാണ്, എല്ലാ ട്രെയിനേഴ്സിനും എല്ലാ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും അറിയണമെന്ന് ഒരു നിർബന്ധം. സൂപ്പർ മാർക്കറ്റ്സിൽ വെക്കുന്ന പോലെയല്ല സ്വർണം വെക്കേണ്ടത്, അതുപോലെയല്ല പച്ചക്കറി വെക്കേണ്ടത്, അതുപോലെയല്ല തുണിക്കച്ചവടം നടത്തേണ്ടത്. ഇതൊക്കെ ഡിഫറെന്റ് ആണ് ഓരോന്നിനും. ഇനി ഇതിന്റെ മോഡുകളും ഡിഫറെന്റ് ആണ്. ചില വിൽക്കുന്ന മാർക്കറ്റിംഗ്, ചിലരുടെ മാർക്കറ്റിംഗ് സ്റ്റൈല്, ചിലർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് താല്പര്യം, ചിലർക്ക് ഡയറക്ട് സെല്ലിംഗ് ആണ് താല്പര്യം, ചിലർക്ക് എന്താ പറയാ ആഡ്സ് കൊടുത്ത് അങ്ങനെ ആയിരിക്കും, ചിലർക്ക് വാട്സപ്പ് സെല്ലിംഗ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് കൗണ്ടർ സെല്ലിംഗ് ആയിരിക്കും. ഇതൊക്കെ ഓരോ ബിസിനസ്സുകാരൻ അവൻ്റെതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവന്റെ കപ്പാസിറ്റി അനുസരിച്ച്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സുകൾ കുറെ ആളുകൾ നടത്തുന്നുണ്ട്. യൂസഫിലായിട്ടൊന്നും മുട്ടാൻ പറ്റുമോ? അയാളുടെ ബൈങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസഫ് സാഹിബിന്റെ ബൈങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 256 ഔട്ട്ലെറ്റ് ആണ്. അത്രയും ഔട്ട്ലെറ്റിലേക്കുള്ള ബൾക്ക് പർച്ചേസ് നടത്തുന്ന, എനിക്ക് തോന്നുന്നു ഷിപ്പിലൊക്കെയാണ് അവിടെ സാധനങ്ങൾ വരുന്നത്. ആ സ്ട്രാറ്റജി നമ്മുടെ നാട്ടിൻപുറത്ത് നടത്തുന്ന ഒരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകാരന് ഒരിക്കലും നടക്കില്ല. MA യൂസഫ് അലി സാഹിബിന്റെ ലുലു ഗ്രൂപ്പിലേക്ക് ക്രെഡിറ്റിൽ സാധനം ചോദിച്ചാൽ കൊടുക്കാൻ ആളുണ്ട്, നമുക്കില്ല, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അതില്ല. അപ്പം MA യൂസഫ് അലി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, വലിയൊരു ബിസിനസ് ജയന്റ് എടുക്കുന്ന സ്ട്രാറ്റജീസ് അപ്പാടെ കോപ്പി എടുത്തിട്ട് ഒരു സാധാരണക്കാരൻ അപ്ലൈ ചെയ്താൽ മണ്ടത്തരമാണ്. നേരെ തിരിച്ചും ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ MA യൂസഫ് അലി കോപ്പി ചെയ്താൽ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും. ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഉപയോഗിച്ച സ്ലൈഡുകൾ പിന്നെ ഉപയോഗിക്കാറില്ല. ഓരോ ട്രെയിനിങ്സിനും നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈഡുകൾ അതിനു മുമ്പ് TNA എടുത്ത്, TNA എടുക്കുക ട്രെയിനിങ് നീഡ് അനലൈസിംഗ് എന്ന് പറയും, ട്രെയിനിങ് നീഡ് അനലൈസിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ട്രെയിനിങ് നീഡ് അനലൈസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ട്രെയിനിങ് കൊണ്ട് അന്ന് വേണ്ട ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, ആ റിസൾട്ടിനനുസരിച്ച്
അതെന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ആ ബിസിനസ്സുകാരനുമായിട്ട് സംസാരിച്ച് അതിനു വേണ്ടി ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി അതിന് അപ്രൂവൽ എടുത്തിട്ട് വേണം നമ്മൾ ഈ പണിക്ക് ഇറങ്ങാനായിട്ട്. അല്ലാതെ ഞാനൊരു PPT ഉണ്ടാക്കി വെച്ച് ഒരു കോട്ടും ഇട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ ആവൂല. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ സിമിലർ സിറ്റുവേഷൻ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു റെഫറൻസ് പോലെ നോക്കാം, ബട്ട് ഡോണ്ട് കോപ്പി. ഫോർ എക്സാമ്പിൾ, US മൈക്രോസോഫ്റ്റ് ചെയ്തൊരു കാര്യം കേരളത്തിൽ തൃശ്ശൂർ അപ്ലൈ ചെയ്താൽ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം വെച്ചാൽ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ വ്യത്യാസമുണ്ട്, പൊളിറ്റിക്കൽ സെനാരിയോ ഡിഫറെന്റ് ആണ്, അവിടുത്തെ ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്, അവിടുത്തെ ആളുകളുടെ ആളോഹരി വരുമാനം വ്യത്യാസമാണ്, അവിടുത്തെ GDP, ഇതൊക്കെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഐഡിയനെ അതുപോലെ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ ആശയത്തിന് നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നൊക്കെ ചിന്തിക്കാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ള ഒരാളെയാണ് നമ്മൾ ട്രെയിനർ എന്ന് പറയാം. ഇത്ര വലിയൊരു ഡെഫിനിഷനാണ്, വലിയൊരു പണിയാ, ഒരിക്കലും തീരാത്ത. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ഇതൊക്കെ കോമഡി പീസ്, കോട്ടിട്ട് ചാടി കളിക്കുന്ന അല്ലെങ്കിൽ ബഹളം വെക്കുന്ന. ഈ ബഹളം വെക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ പലപ്പോഴും ഈ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ, ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനത്തിന് ഈ ധ്യാനത്തിന് പോകുമ്പോൾ സ്തുതിപ്പ് എന്നിട്ട് പരിപാടി, നമ്മള് ദൈവത്തിനെ സ്തുതിക്കുക എന്നുള്ളതാണ് അതിന്റെ. അപ്പം ആ സമയത്ത് ഇങ്ങനെ ബഹളം വെക്കും, അത് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടും കൈകൊട്ടിയിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം, കണ്ടു ഫുൾ കോമഡി ആവും. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇനി ഞങ്ങൾ ഓളിട്ടോളെ എന്ന് പറയല്ല, അത് എത്രയോ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മതവിശ്വാസികൾ അത് ചെയ്യുന്നത് അല്ലെ. ഇതേപോലെയാണ് ഒരു ട്രെയിനിങ് നടക്കുമ്പോൾ 1 മണിക്കൂർ നേരോ 2 മണിക്കൂർ നേരോ 3 മണിക്കൂർ നേരോ 10 മണിക്കൂർ നേരോ നടന്ന ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയൊരു ബിറ്റ് എടുക്കാം. അതിൽ ചിലപ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അവർ കൈകൊട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ അത് മാത്രം കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ആള് കമന്റ് ചെയ്യാണ്, ഇവനൊന്നും വേറെ പണിയില്ലേ കൈയടിക്കാൻ, ഇവനെന്തിനാ ചിരിക്കുന്നത്, ഇവനെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അയാളുടെ ഒരു എക്സൈറ്റ്മെന്റ് കാണിച്ച സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ട്രെയിനർമാർ ചെയ്യുന്ന സൂത്രപ്പണിയാണ്, ഉറക്കം വരുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് അതോടെ ഡാൻസ് കളിക്കാൻ പറയും. വളരെ സീരിയസ് ആയിട്ട് അതുവരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ട്രെയിനർ ആയിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സീരിയസ് ടോപ്പിക്കിൽ ഒരു ഉറക്കം വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് ഒന്ന് ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരുത്തം വീഡിയോ എടുത്തിട്ടുണ്ടാവും, അത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നവൻ എന്താ, ഈ ബിസിനസ്സുകാർക്കൊക്കെ വട്ടാണ്, ഈ ട്രെയിനർ വട്ടിന്റെ ആശാനാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഇതിനിപ്പോ മറുപടി പറയാം. അപ്പം പിന്നെ കുറെയൊക്കെ കണ്ടില്ല എന്ന് വെക്കാം എന്നുള്ളൊരു സ്കീമിലേക്ക് എത്തിയപ്പം സംഗതി വൃത്തിയായിട്ട്. ഒരു BA മലയാളം സ്റ്റുഡന്റ് ആയിരുന്ന ആള് IELTS ട്രെയിനർ ആയ ആ ഒരു കഥയാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതൊരു 1.5 കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പലപ്പോഴും ചില ട്രെയിനേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്പം തൊട്ടേ ട്രെയിനർ ആവാൻ വേണ്ടി വെമ്പി നടക്കുന്ന ഒരു ഹൃദയം. എന്റെ ലൈഫിൽ അതൊന്നും ഉണ്ടായിട്ടില്ല, ആക്സിഡന്റലി സംഭവിച്ചാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. എന്താ കാരണം എന്ന് വെച്ചാല് ഞാൻ പഠിക്കാൻ ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു, പക്ഷെ പഠിക്കൂലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം എനിക്ക് SSLCക്ക് ആകെ 283 മാർക്കാണ് കിട്ടി 600. പ്രീ ഡിഗ്രി ഞാൻ 3 കൊല്ലം കണ്ടാ തീർത്തെ. 2 വർഷത്തെ കോഴ്സാണ്. ശരിക്കും നമ്മൾ പഠിച്ചു വരുമ്പോൾ 3 വർഷത്തെ തറായിട്ട് പഠിച്ചു വന്നപ്പോൾ ഒരു 3 വർഷത്തെ സമയം എടുക്കും. പിന്നെ ഞാൻ BA മലയാളമാണ് എടുത്തത്. BA മലയാളം എടുത്തത് ഒരിക്കലും മലയാള ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ടോ പ്രണയം കൊണ്ടോ അല്ല, അതാണ് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ വീടിന്റെ അടുത്തുള്ള കോളേജാണ് ശ്രീകൃഷ്ണ കോളേജ്. അവിടെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാനിപ്പം ഈ കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാംസിൽ ഞാൻ പറയാറുണ്ട്, 2 രീതിയിൽ ആളുകൾ കോഴ്സ് തിരഞ്ഞെടുക്കാം. ഒന്ന്, എനിക്ക് ഇന്ന സബ്ജക്ട് പഠിക്കണം അല്ലെ, ഈ സബ്ജക്റ്റിൽ പോയി എനിക്ക് അതിന്റെ PhD അല്ലെങ്കിൽ ആ ലെവലിൽ അതുകൊണ്ട് ഐ നീഡ് ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ, എനിക്ക് ഇന്ന കോളേജ് പഠിക്കണം, അതിന് ഏത് സബ്ജക്ട് കിട്ടിയാലും. അപ്പൊ ഞാൻ നോക്കിയപ്പം അന്ന് BA മലയാളത്തിന്റെ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൾ അന്ന് ചോദിച്ചു, ഏതാ വേണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, എന്ത് കിട്ടിയാലും എടുക്കും. അങ്ങനെ BA മലയാളം കിട്ടി. BA മലയാളം കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ച എളുപ്പാന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് എടുത്തത്. BA മലയാളം ഒക്കെ വായിച്ചു പഠിക്കാലോ. നല്ല ടഫാണ്. ഒരു പേപ്പർ സംസ്കൃതം ഉണ്ട്, ഗ്രാമർ പേപ്പർ ഉണ്ട്, പിന്നെ കുറെ നോവലുകള്, അത് ഇത് കവിതകള്, കഥകള്, പിന്നെ നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ എഴുതണം. അങ്ങനത്തെ ഒരു ഇതാണ്. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പാസ്സായി.
പിന്നെയാണ് ശരിക്കും റിയൽ പ്രോബ്ലം ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2 തരം അഴിമതികളുണ്ട്. ഒരു തരം അഴിമതി എന്ന് വെച്ചാൽ അംഗീകരിച്ചിട്ടുള്ള അഴിമതി, 2 അംഗീകരിക്കാത്ത അഴിമതി. എന്ന് വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഒരു പാലം പണിതു, അതിൻ്റെ ഉള്ളത് സിമെന്റ് ചക്കടിച്ചു പറ്റി, അത് അംഗീകരിച്ചിട്ടില്ല ആളുകൾ. നമ്മൾ പറയും അയ്യോ അത് ഭയങ്കര കളതറാണ്, അവൻ കക്കും എന്നൊക്കെ പറയും. പക്ഷേ ഒരു BA കഴിഞ്ഞ ആള് B.Ed കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഒരു 10-35 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തിട്ട് ജോലിക്ക് കയറിയാൽ അത് അംഗീകരിച്ച അഴിമതിയാണ്. അത് പ്രൗഡായിട്ട് പറയാം, ഞാൻ 35 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലി വാങ്ങിയത്. സത്യം പറഞ്ഞ കൈക്കൂലിയല്ലേ? തീർച്ചയായിട്ടും അവർ മാർക്ക് അടിസ്ഥാനത്തിലൊന്നല്ലല്ലോ അവർ പോയത്. അവർ മാനേജ്മെന്റിന് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അയാൾ കയറി. അതിനേക്കാൾ മാർക്കും കഴിവുള്ളവൻ പുറത്തിരിക്കുക, അവൻ്റെ കൊടുക്കാൻ കാശില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു അഴിമതിയല്ല, അത് അഭിമാനമാണ്. അപ്പൊ ഈ കൺസെപ്റ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ B.Edന് പോവുക, അങ്ങനെ കയറുക എന്നുള്ളത് എനിക്ക് യോജിക്കാൻ പറ്റാണ്ടായി. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫിൽ പോകാന്നുള്ളതാണ്. അപ്പൊ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഗൾഫിലുണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ച് ജംഷി എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ ചങ്ക് ബടിയാണ്, ആളെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു, എടാ നീ കയറി പോന്നോ, ജോലി എന്നുള്ള വിഷയമല്ല, ആർക്കും വന്നാലും ജോലി കിട്ടും. അതാണ് ഗൾഫിന്റെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ 2003-2004 കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ആള് പറഞ്ഞു ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ല ജോലി, ചിലപ്പോൾ ഒരു സെയിൽസ് ജോബൊക്കെ കിട്ടും, ലൈക്ക് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നല്ല ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ. ഇതില്ലെങ്കിൽ വാൻ സെയിൽസ് ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെ സാധനം ഇറക്കണം, നമ്മൾ തന്നെ വണ്ടി ഓടിക്കണം, അങ്ങനത്തെ സെയിൽസ് ജോബ്സുകൾ, അങ്ങനത്തെ സെയിൽസ് ജോബ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് തൃശ്ശൂർ എഡിസൺ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര ട്രെയിനർ, ഗംഭീര ലാംഗ്വേജിന്റെ ക്ലാസ്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് രംഗത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 35-40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത്രയും നല്ലൊരു ട്രെയിനറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആഡ് കണ്ടു, ഇങ്ങനെ സ്പീക്ക് ഇംഗ്ലീഷ് വെസ്റ്റേൺ വേ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. എന്റെ ഫാദറാണ് അത് കണ്ടെത്തിയത്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. സത്യം പറഞ്ഞ ആദ്യത്തെ 3 ക്ലാസ്സിൽ എനിക്ക് ആളെ ഇഷ്ടമായില്ല. ആള് ഭയങ്കര കോട്ടും ഭയങ്കര സ്റ്റൈലിഷ് ഇംഗ്ലീഷും, ഇങ്ങനെ ഗാവ് നാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റൈൽ. നമ്മളാണെങ്കിൽ മറ്റേ സ്വഭാവമായിട്ടാണല്ലോ BA മലയാളമൊക്കെ കഴിഞ്ഞ്, BA മലയാളത്തിലാണെങ്കിൽ ഈ ആംഗലേയ ഭാഷ എന്നൊക്കെ നമ്മൾ പറയാ, അങ്ങനെ അത്രയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആള്. ഇതൊക്കെ കണ്ടപ്പം യോജിക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ മാഷ കണ്ടു സിറ്റി സെന്ററിൽ. അപ്പോഴാണ് മാഷ് പറഞ്ഞാൽ അത് വോയിസ് ട്രെയിനിങ്ങിന്റെ ക്ലാസ് ആയിരുന്നു, ഈ വായോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി, അതിൽ ക്ലിക്കായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗാണ് എൻ്റെ ലൈഫ് മാറ്റിയത്. അദ്ദേഹം പറഞ്ഞതാണ്, യു ഹാവ് ഓൾ റൈറ്റ്സ് ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ലാംഗ്വേജ്. അതങ്ങോട്ട് കയറി കൊളത്തി അല്ലേ, നമുക്ക് എന്ത് തെറ്റും വരുത്താം, ഇത് നമ്മുടെ ഭാഷയല്ല, പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, വൃത്തിയായിട്ട് മലയാളം പോലും പറയാൻ അറിയാത്ത ആളുകളാണ് നമ്മൾ. പിന്നെന്തിനാണ് ബെല്ലോന്റെ ഭാഷയിൽ ഒരു തെറ്റ് പറ്റിയാൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടി ഞാൻ ആളുടെ കാൽക്കിൽ വീഴാന്ന് പറയില്ലേ, അതേപോലെ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് കൊടുത്തു. പറഞ്ഞ സാറേ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ പറഞ്ഞ ഡയലോഗ് ഇതാണ്, എന്ത് പറഞ്ഞാലും ചെയ്യും സാറ് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരിക. അപ്പൊ ആള് ചിരിച്ചിട്ട്, ആള് തൃശ്ശൂർ സ്ലാങ്ങിലെ പറയും, നീ പഠിക്കോടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കാം. അപ്പൊ സാറ് പറയും ആ പറഞ്ഞത് നമ്മൾ ചെയ്യും, വേറെ മുന്നും പിന്നെ നോക്കലില്ല. സാറ് ഇപ്പൊ എന്ന് പറയേണ്ട ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അത്രയും എന്താ പറയാ, അത്രയും ഡെഡിക്കേറ്റഡ് ആയി. പക്ഷെ റിസൾട്ട് കിട്ടി. 32ാമത്തെ ദിവസം അവിടെ ഞാൻ ഫാക്കൽറ്റി ആയി. അങ്ങനെയാണ് ഇംഗ്ലീഷ് ട്രെയിനിങ് രംഗത്തോട്ട്. പക്ഷെ അവിടുന്ന് ആ സമയത്താണ് IELTS എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൂടെ ലോഞ്ച് ആവണേ. അപ്പം സാർ എന്നെ അതിന് ഗൈഡ് ചെയ്തു. എനിക്ക് 3 മെന്റേഴ്സ് ഉണ്ട്, അതിലൊരു മെന്ററാണ് എഡിസൺ സാർ. അപ്പൊ അദ്ദേഹം മെന്റർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു IELTS പോയി ചെയ്യാൻ പറഞ്ഞു. IELTS ചെയ്തു. അപ്പോഴാണ് വിദേശത്തേക്ക് പോകാനുള്ളതാണ് ഈ സാധനം എന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ സ്വിറ്റ്സർലൻഡിലെത്തി. പിന്നെ അവിടെ ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ ഇങ്ങനെ ചാടി ഇപ്പം എന്താ പറയാ സ്വസ്ഥ ഗ്രഹഭരണം എന്നുള്ള രീതിയിൽ. അതിനും കാരണം മറ്റൊരു ട്രെയിനറാണ്. എൻ്റെ 2ാമത്തെ ഒരു മെന്റർ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗംഭീര ബിസിനസ്മാൻ, ജാക്മാ, Alibaba.com ഓണർ. വേറെ ലെവല് മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ ഒരു 37ാമത്തെ വയസ്സിൽ, 37-38 ആ ഒരു റേഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആളുടെ ഒരു സ്പീച്ച് കേട്ടു. അതിലാള് പറയണത് ഇതാണ്, 25 വയസ്സ് വരെ പഠിക്കുക. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ലൈഫിൽ അങ്ങനെയായിരുന്നു. 25 വയസ്സ് വരെ ഞാൻ പഠിക്കുകയായിരുന്നു. 30 വയസ്സ് വരെ മെന്റേഴ്സിനെ കണ്ടെത്തുക. ഞാൻ നോക്കിയപ്പോ അതും എന്റെ ലൈഫിൽ കറക്റ്റ് ആയിരുന്നു. ഞാൻ എഡിസൺ സാറെ കണ്ടുമുട്ടി. എന്റെ സ്വിസ്സിലുണ്ടായിരുന്ന പ്രിൻസിപ്പൾ മാർക്ക് ഡെൻസ്ലർ, അദ്ദേഹം എൻ്റെ ഒരു മെന്ററാണ്. എനിക്ക് ആദ്യമായിട്ട് ജോലി തന്ന യുർ ഗിൽഗൻ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലൻഡുകാരൻ, അദ്ദേഹം എൻ്റെ മെന്ററാണ്.
പിന്നെ നമ്മൾ ലൈഫിൽ കുറേ മെന്റേഴ്സ് വേറെ. അപ്പം എൻ്റെ ലൈഫ് കറക്റ്റാണ്. അതിൽ അടുത്ത ആള് പറയണത് 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ കിട്ടിയ ഓപ്പർച്യൂണിറ്റികൾ മുഴുവൻ കയറി ഹിറ്റ് ചെയ്യാം. ഐ ഡിഡ് സോ. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എല്ലാം എവിടെ ചാൻസ് കിട്ടിയാലും പോയിട്ട് അത് ചെയ്യുമായിരുന്നു. കാറ്ററിംഗ് കമ്പനി നടത്തിയിട്ടുണ്ട്, ഡെക്കറേഷൻസ് നടത്തിയിട്ടുണ്ട്, ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ട്, അബ്രോഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, IELTS പഠിപ്പിച്ചിട്ടുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്, ബിസിനസ് ട്രെയിനിങ് പഠിപ്പിച്ചിട്ടുണ്ട്, പാരന്റിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നത്തെയാണ് എൻ്റെ ഉറക്കം കളഞ്ഞത്. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിരുന്ന ഒരു മണ്ടത്തരം ഞാൻ ഓർത്തത്. ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ലുലുവിൽ കുറെ ആളുണ്ടായി, മാരിയറ്റ്സിലുണ്ടായി, ഹോളിഡേ ഇന്നിലുണ്ടായി, പിസ്സ ഹട്ടിലുണ്ടായി. ഇതൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന നല്ല കുറച്ച് കമ്പനികൾ. പിന്നെ ചെറിയ ചെറിയ ചോട്ടമോട്ട കമ്പനികൾ വേറെ. അപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത് വല്ലവനും വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം. അതിൽ നിന്നാണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഫിനിഷിംഗ് സ്കൂൾ ഉണ്ടാവും. അപ്പം അത് 39ാമത്തെ വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വെയിറ്റേജ് കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ സമയം ഞാനിപ്പോൾ നെക്സ്റ്റ് ലെവലിന്റെ കൂടെ. എൻ്റെ കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ IELTS ചെയ്യുന്നുണ്ട്, നമ്മൾ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്, വിദേശത്തോട്ടുള്ള കുട്ടികളുടെ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബിസിനസ് ട്രെയിനിങ്സുകൾ ഇങ്ങനെയുള്ള. ഇപ്പോഴത്തെ സീസണാണ്. ഇപ്പൊ നമ്മൾ ഈ 10A+ ആദരിക്കുന്ന സീസണാണ്. ഈ ആഴ്ചയിൽ 3 ഉണ്ടായിരുന്നു. ഈ അടുത്ത ആഴ്ചയിൽ ഒരു 3 ബുക്കിംഗ് ആയിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഒരാൾ ഇമർജൻസി, ഇന്നാണ് ആൾ വിളിച്ചത്, നാളെ ഒന്ന് ആദരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി വെച്ചാൽ 253 മാർക്ക് SSLC വാങ്ങിയ ഞാനാണ് ഇവരെ പോയിട്ട് ആദരിക്കാൻ പോണത്. അപ്പം സമയം ഉണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ പോവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം. പിന്നെ അതിൽ ഈ യൂത്തിന്റെ മീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് യൂത്തിന് ഭയങ്കര ഇഷ്ടമാണ്. യൂത്ത് ആണല്ലോ നമ്മുടെ ഫ്യൂച്ചർ. യൂത്ത് മീറ്റുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ, നല്ല കമ്പനികൾ കേട്ടോ. ഈ ഉടായ്പ പരിപാടികൾക്ക് പോവില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ നല്ല കമ്പനികളാണെങ്കിൽ അവരുടെ ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് വെച്ച് ഇപ്പം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 10 വർഷം സമയം ഉണ്ടാവും അല്ലെ. 40 വയസ്സ് തൊട്ട് 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ. ഇപ്പൊ എനിക്ക് 41 വയസ്സാണ്. പിന്നെ 9 കൊല്ലം കൂടെ ഉണ്ട്. അപ്പൊ എന്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 9 വർഷം കൊണ്ട് നെക്സ്റ്റ് ലെവലിന് ഒരു 10 ബ്രാഞ്ച് കേരളത്തിലുണ്ടാക്കും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ്. 10 ഡിഫറെന്റ് ബ്രാഞ്ചസ്. അപ്പൊ അയാൾ പറഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് കിടക്കും നമ്മൾ. 50 വയസ്സ് തൊട്ട് 60 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ. അദ്ദേഹം പറഞ്ഞ അടുത്ത ലെവലിലേക്ക് കിടക്കും. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ യങ്ങർ ഹാൻഡ്സിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. സത്യം പറഞ്ഞിട്ടുണ്ടാവും അറിയോ, എനിക്ക് 50 വയസ്സാകുമ്പോൾ എൻ്റെ മോൾക്ക് 18 വയസ്സാവും. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ നോക്കി നടത്താം. വേണ്ടെങ്കിൽ ഞാനിത് ഒന്നെങ്കിൽ ഇതൊരു എക്സിറ്റ് പ്ലാൻ ഇട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡിന് വിറ്റ് കളയും. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ തലമുറയെ കണ്ടെത്തും. അടുത്തൊരു അസിസ്റ്റന്റ് ട്രെയിനർ, അടുത്തൊരു ജൂനിയർ പ്രവീൺ ആരാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഇതായിരുന്നു 40 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 50 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ളതിൻ്റെ ഉള്ളിലുള്ള പ്ലാൻ. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് 60 വയസ്സ് തൊട്ട് റിട്ടയർമെന്റ് ലൈഫ്. ഇതാണ് ജാക്മ പറയുന്നത്. പക്ഷെ എൻ്റെ ലൈഫിൽ എങ്ങനെയോ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അദ്ദേഹത്തെ മെന്ററാക്കി എടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം നെക്സ്റ്റ് ലെവലിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ വന്ന് നമ്മളെ കാണാം. എല്ലാ ദിവസവും ഞാൻ അവിടെ ഉണ്ടാവും. മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഇവിടെ ഓഫീസിലുണ്ടാവും. സാറ്റർഡേ സൺഡേ ഇതുപോലെ മറ്റുള്ള ട്രെയിനിങ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഈ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങോട്ട് ചോദിക്കാനായിട്ട് തോന്നുന്നില്ല. ശരിക്കും ഇങ്ങനെ കേട്ടിരിക്കാനാണ് ഒരു ഫീൽ, അങ്ങനെയാണ് വരുന്നത്. പണി കിട്ടുമല്ലോ ബ്രോ. ഒരു മോട്ടിവേഷണൽ ടോക്കുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഓഡിയൻസിലേക്ക് നമ്മുടെ സബ്ജക്ട് മാറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഓഡിയൻസിനെ അറിഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസ്. ഇപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകളാണ് ഇരിക്കുന്നെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ടോപ്പിക്കിനെ കൺവേർട്ട് ചെയ്യാം. കാരണം പ്രസന്റ് ചെയ്യുന്ന രീതി നമുക്ക് എങ്ങനെയാക്കാലോ. ഇപ്പോൾ ഇയാളുടെ അമ്മ വെച്ച ഒരു കറി അതൊരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ എടുത്താൽ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ ഒരു നാടൻ കറി, അമ്മ വെച്ച കറി, അതന്നെ ഒരു ക്രോക്കറി പ്ലേറ്റിലേക്ക് ആക്കി അതൊരു ചെറിയൊരു ചായക്കടയിൽ വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരു 30 രൂപ 40 രൂപ വിലയായി. അതന്നെ ഇത്രയും കൂടി നല്ല ക്രോക്കറി ഷോപ്പിൽ ഇത്രയും കൂടി ഷേപ്പ് ഒക്കെ മാറിയിട്ടുള്ള ഒരു പ്ലേറ്റിൽ വെച്ച് കുറച്ച് ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചാൽ അതേ കറിക്ക് 150 രൂപ 200 രൂപ. അതന്നെ ഇത്തിരി കൂടി ഷേപ്പ്ലെസ് ഒക്കെ ആക്കാം. ഇങ്ങനെ ഒരു സാധനം, അതിന്റെ മുകളിൽ 2 സബോള, ഇങ്ങനെ ഒരു സാധനം, ഇതുമ്പോൾ 2 തക്കാളി, ഒരു നാരങ്ങ, ഇങ്ങനെ 2 സ്മോക്ക് കാര്യങ്ങൾ, വലിയൊരു തളിക,
ഓർഡർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വരാനും പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ ഇതൊരു 400 രൂപ 500 രൂപ ആ റേഞ്ചിലേക്ക്. ഇനി അത് സെർവ് ചെയ്യുന്നത് ഒരു സെലിബ്രിറ്റി ആണെങ്കിലോ, അപ്പൊ ഇത് 2000 രൂപ 3000 രൂപയായി. മീൻസ് പ്രസന്റേഷനിലാണ് പൈസ കൊടുക്കുന്നത്. അപ്പം ഓഡിയൻസ് അവിടെ ഇരിക്കുമ്പോൾ ഓഡിയൻസ് എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോട്ടെ, ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നുള്ള ലൈൻ തെറ്റാണ്. തീർച്ചയായിട്ടും. ഞാൻ യൂത്തിന്റെ പ്രോഗ്രാം ആണെങ്കിൽ ഞാനൊരു യൂത്തായി മാറും. നമ്മള് അത് ട്രെയിനിങ്ങിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രവീണില്ലേ, ഫുൾ ഫേക്ക് ആണ്. ഞാൻ ഇങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ട്രെയിനർ കളിച്ചോണ്ടിരിക്കുകയാണ്, അല്ലെ സെലിബ്രിറ്റി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂ നടക്കുക, എന്നൊരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു, ഇവിടെ ക്യാമറ ക്രൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്നൊക്കെ നോക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കരനായ ഒരു ട്രെയിനറായിട്ട് കളിച്ചോണ്ടിരിക്കും. ഈ സ്വഭാവം വെച്ച് ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പോയാൽ സ്ഥിതി ആലോചിച്ചു. എന്റെ മോള് 4ാം ക്ലാസ്സിലും മൂത്ത മോള് 8ാം ക്ലാസ്സിലുമാണ്. അവളുടെ അടുത്ത് പോയിട്ട് മോളെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയും, അമ്മ അപ്പന് ഭ്രാന്തായി എന്തൊക്കെയോ പറയേണ്ടി പറയും, അല്ലേ? അവളുടെ അടുത്ത് എത്തുമ്പോ ഞാൻ എന്താവണം? വെറും അച്ഛനോ? സൂപ്പർ ഡാഡി കൂൾ ആവണം, അല്ലേ? അവൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. എന്റെ മോളെ നിങ്ങൾ കണ്ട് പരിചയപ്പെടുകയാണെങ്കിൽ അവൾ എപ്പോഴും പറയുന്നത്, ഈ ലോകത്ത് ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്ന ആൾക്കാരെന്നറിയോ? എനിക്ക്. അവളെപ്പോഴും പറയുന്നത് എന്റെ അപ്പയ്ക്ക് എന്ത് ബുദ്ധിയാന്നറിയോ? ഞാൻ എന്തടി 3ന്റെ പെരുക്കപ്പെട്ടിയൊക്കെ അറിയുന്നു. അവൾക്കറിയില്ല, പക്ഷെ അതെനിക്കറിയാം. നല്ലൊരു സൗദി എന്ന് പറഞ്ഞു കേട്ടു, ഭയങ്കര ശക്തി അപ്പയ്ക്ക്. അപ്പൊ എന്ത് ചോദിച്ചാൽ ഗ്യാസും കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് പോക്കും. കൊച്ചനറിയില്ലോ അത് കാലിക്കുറ്റിയാണെന്ന്. അപ്പൊ അവളുടെ മുന്നിൽ ഞാനൊരു സൂപ്പർ ഹീറോ ആണ്. 4ാം ക്ലാസ്സിലായിട്ടുള്ളൂ, മാറിക്കോളും, കുഴപ്പമില്ല. ഇപ്പൊ അവള് അത് സൂപ്പർ ഹീറോ ആണ്. ഇങ്ങനെ ഒരു കാലം തനിക്കുണ്ടായിരുന്നു, അല്ലെ? അച്ഛൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരു കാലഘട്ടം. പിന്നെ നമ്മൾ വളർന്ന് വലുതായി കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴല്ലേ കളി മാറിയത്. അപ്പൊ അവളുടെ അടുത്ത് ചെല്ലുമ്പോ ഞാൻ അവളുടെ സൂപ്പർ ഡാഡി ആയിട്ട് മാറണം. അവളുടെ കൂടെ കളിക്കാൻ എനിക്ക് സമയം കണ്ടെത്തണം. അവരുടെ ലാംഗ്വേജിലേക്ക് ഞാൻ മാറേണ്ടി വരും. മറ്റേ സ്റ്റോൺ സീസർ പേപ്പേഴ്സ് ഒക്കെ സ്റ്റേറ്റ് ചാമ്പ്യനാണ് ഞാൻ അവളായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞത്. ഞാൻ എപ്പോഴും ജയിക്കും. എന്താ ചെയ്യാ, ജങ്ക ഞങ്ങളുടെ വീട്ടിൽ ടൂർണമെന്റ് നടക്കും എല്ലാ ദിവസങ്ങളിലും, ജങ്ക ടൂർണമെന്റ്. അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ ആ സ്വഭാവം കൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോരുത്. ഭാര്യയുടെ അടുത്ത് എന്നിട്ട് ഞാൻ അപ്പം കളിക്കാൻ നിൽക്കരുത്. ഞാൻ അവളുടെ അടുത്ത് എത്തുമ്പോ മറ്റേ ഷാറുഖ് ഖാൻ ആവണം, അല്ലെ? റൊമാൻറ്റിക് ഹീറോ, അവളുടെ സൂപ്പർ ഹസ്ബൻഡ് ആയിട്ട് മാറണം. പക്ഷെ ആ സ്വഭാവം കൊണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോരുത്. അവിടെ ഞാൻ നൈബറാണ്, അല്ലെ? ആ നൈബർ സ്വഭാവം കൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോരുത്. അവിടെ ഞാൻ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആയാലും, അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ഞാൻ അവിടെ സ്റ്റുഡന്റ് ആണ്. എന്റെ ടീച്ചറുടെ മുന്നിൽ ഞാൻ ഇരിക്കാൻ പറ്റൂല, ഞാൻ എണീറ്റ് നിൽക്കേണ്ടി വരും. എന്താ എനിക്ക് മനസ്സിലായേ? സദസ് മാറുന്നതിനനുസരിച്ച് ആള് മാറണം, അല്ലേ? ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ള ട്രെയിനേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. ഇതിന് പകരം പല ട്രെയിനേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ മാറി. ഏതാ എളുപ്പം? 1000 പേര് ഇരിക്കുന്ന ഒരു ഷോയ്ക്ക് ചെന്നിട്ട് 1000 പേരും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കൂ എന്ന് പറയുന്നതാണോ നല്ലത്? അവരിലോട്ട് ഇറങ്ങി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ.